അല്ല അതേ പോണു കേട്ടോ, അതേ പോണു, ഓടിപ്പോണു. ഇത്ര പെട്ടെന്ന് പോയത്, അതൊക്കെ എന്താ അത്? വില വില എന്തോന്നുണ്ട് അവിടെ, അങ്ങോട്ട് പോലെ. എൻ്റെ ദൈവം, എന്തോ അവിടെ കണ്ടു. ഒരു ഭാഗത്ത് കണ്ടോ, ഇതെല്ലാം അങ്ങോട്ട് നോക്കണം കേട്ടോ. കണ്ടോ വില പോയി, വില എൻ്റെ ദൈവം. വില നല്ല വഴി കിട്ടി, പാവന്തല്ല. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വൈറ്റുകുളവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളെ വീഡിയോ ചെയ്തിട്ട്, കാരണം ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. വെറുതെ ഒന്നല്ല, ഒരു നടന്ന സംഭവം സ്ഥലത്ത് നമ്മൾ പോയി അത് അവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് 2015 നടന്ന 2 സൂയിസൈഡാണെന്ന് പറയപ്പെടുന്നത്. ചെറിയ കുട്ടികൾ, ഒന്ന് ഒരു തൂങ്ങി മരണവും, പിന്നൊന്ന് ഒരു പാറിൻ്റെ മേലെ നിന്ന് താഴെ ചാടിയിട്ടോ ഇങ്ങനെയാണ്, ബോഡി താഴെന്നാണ് കിട്ടിയത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം 2-3 സ്ത്രീകൾ വിറക് ശേഖരിക്കാൻ പോയി. അവിടെ വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ ഒരു ചെറിയ കുട്ടീനെ, മരിച്ചു കഴിഞ്ഞ കുട്ടീനെ അവിടെ കണ്ടു എന്നാണ് അതിൻ്റെ രൂപം. നടക്കുന്നത് അങ്ങനെ പിന്തിരിച്ച് നടക്കുന്നതായിട്ട് കണ്ട് അങ്ങനെ അവർ ഓടി രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതുപോലെ അന്നങ്ങനെ 2-3 നടന്ന സംഭവങ്ങൾ നടന്ന ആ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. രാത്രി 11:06. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ നമ്മുടെ ബെല്ല ഉണ്ട്. ബെല്ല എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടിയാണ്. അപ്പോൾ നായ്ക്കുട്ടിയെ കൂട്ടിയിട്ടാണ് ആ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത്. ഒരു ഡേഞ്ചർ ഏരിയ ആണ്, അത്രയും കാടും ആണ്, ഫോറസ്റ്റ് അല്ല, കൊടും കാടാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് ഈ ഒരു പ്രദേശവാസികൾക്കൊക്കെ ഭയങ്കര എതിർപ്പുണ്ട്. ഈ ഒരു രാത്രിയൊക്കെ പോകുന്നതിന്. പകൽ പോയി പോരാം, പക്ഷേ രാത്രി പോകുന്നതിന് 1-2 പേരെ നമ്മളോട് എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റാണ് 10 മിനിറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ സുഹൃത്തിന് വേണ്ടി കുറച്ച് മുകളിൽ, അപ്പോൾ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ അവസാനം ഞാൻ പറഞ്ഞ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആൾത്താമസം ഇല്ലാത്തൊരു വീടാണ്. അപ്പോൾ ഇതിന് തൊട്ട് ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെ നാട്ടിക്കല്ല, നമ്മൾ ബെല്ലുണ്ട്. ബെല്ല നമ്മൾ നോക്കാം, ഇവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് നമുക്ക് പേടിക്കാനല്ല ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടോ. നല്ല മണം പിടിച്ച് പോകുന്നുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞ സ്ഥലം ആ മലയ്ക്ക് മേലാട്ടോ. ഫുൾ കാടാണ്, ചെറിയൊരു വഴി മാത്രമേ അതിനകത്തുള്ളൂ. ഇതെല്ലാം എന്തോ കണ്ട് പോകുമ്പോഴാണ് പോകുന്നത്, മണം പിടിച്ചിട്ട്. ഇതൊക്കെ കണ്ടോ? കണ്ടോ ആ ഒരു പാറ ഉണ്ടല്ലേ, ആ പാറയ്ക്ക് മേലാണ് നമ്മൾ പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പം ഇങ്ങനെ
എത്ര ഹൈറ്റാ നോക്കിയേ ആ മല കണ്ടോ. ബല ബല എല്ലാം കൊണ്ടുപോകാനാ പാട്. എൻ്റെ ദൈവം ഇതൊക്കെ പാറ ഇതുണ്ടോ. ഇവിടെ നിന്നാണ്, അതായത് 2015 ഒരു പെണ്ണ്, ചെറിയ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്താണോ അത് ആരോ കൊണ്ടിട്ടാണ് അറിയില്ല, ബോഡി താഴെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2015 അതിനുശേഷം ഇവിടേക്ക് വിറകിന് വന്ന ആൾക്കാർ, സ്ത്രീകൾ പേടിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ചെരുപ്പിടാൻ പറ്റില്ല, അത്രയും റിസ്ക്കാണ്. ഇല്ല ഇത് ഭയങ്കര മണക്കുന്നുണ്ട്, ഉൾക്കാടാണ്. ചെരുപ്പ് ഊരി ചേർന്ന് ചെരുപ്പ് ഊരിയാൽ ഒന്നുകൂടെ പിടുത്തം കിട്ടുന്നു. ബാബോ ബല ബാബോ, എൻ്റെ അമ്മേ, ഇത് നേരെ കയറി പറ്റാന്ന് പറഞ്ഞാൽ കണ്ടോ, ആകാശം അടുത്ത് കാണാൻ പറ്റും. ബാബാ ചെരുപ്പം കൈ പിടിക്കണേ. നല്ല പാവം നല്ല കയറി പോകുന്നുണ്ടല്ലോ സാറിന്. പോട്ടെ ബാബാ പോട്ടെ, കുപ്പിച്ച് ബല നല്ല ഉഷാർ പോകുന്നുണ്ട്. വാ ഇപ്പോൾ ബെല്ലം കൂട്ടി നല്ല ഉപകാരം കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ കാണും പെട്ടെന്ന് ബെല്ല തിരിച്ചറിയാൻ പറ്റും. ബെല്ല ചെങ്ങനെ റിമൂവ് ചെയ്യാം. ഓക്കെ ബെല്ല വാ ബെല്ല ഇങ്ങോട്ട് ഓടിപ്പോണ്ട്. ഇത് അറിയും പോലാണ്, ഈ പട്ടിക്ക് വന്ന് മുൻപ് പരിചയമുള്ള പോലെയാണ് കളിക്കുന്നത്. കണ്ടോ പോകുന്നുണ്ടോ. നോക്കി എത്ര ഹൈറ്റിലാണെന്നല്ലേ ഇവിടെ നോക്കിയാൽ പറയും. കണ്ടോ എത്രയോ ഹൈറ്റിൽ. എൻ്റെ ദൈവം അല്ല ഇതെങ്ങോട്ടാ പോണത്. കാരണം അവർ സ്ത്രീ മരിച്ചിരുന്ന അവർ മരം അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. 2015 ബാ അല്ല വാ അല്ല നല്ല ഉഷാർ പോകുന്നത്. എന്തോ മണം കിട്ടിയിട്ടാണ് പോകുന്നത് ഇയാൾ. കണ്ടോ അങ്ങോട്ട് ഒരു വഴി, അതുണ്ടോ ഒരു വഴി അങ്ങോട്ട് ഒരു വഴി. ഇതിലെ ആ മരം ഞാൻ കാണിച്ചു തരാം. തൂങ്ങി മരിച്ചതുകൊണ്ട് പിന്നെ ഒരു ചെറിയ കുട്ടി ഇവിടുന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത സ്ഥലമുണ്ട്. അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല, എത്രയോ ആയിട്ടാണ്, അവിടെ പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോയിട്ടാൽ പിന്നെ ബോഡി ഒന്നും കിട്ടില്ല, ഇത്രയും കാടാണ്. അപ്പോൾ ഒരു വഴി ഞാൻ കാണിച്ചു തരാം. ഒരു മരം, ഒരു ചെറിയ കുട്ടിയാണ് തൂങ്ങി മരിച്ചത്. അപ്പോൾ ആ മരം ഞാൻ കാണിച്ചു തരട്ടെ. അല്ല വേണ്ട, ആ മരമാണത്. അതാ കറക്റ്റായി കാണും. ഈ ചെറിയ മരത്തിൽ ചെറുതല്ല, അന്ന് ചെറുതായിരിക്കും, പക്ഷെ ഇപ്പോൾ അത് വലുതായിട്ടുണ്ട്. തൂങ്ങി മരിച്ചെന്ന് പറയപ്പെടുന്ന ആ ഒരു കൊമ്പ് കണ്ടോ കാണിച്ചത്. എനിക്ക് ഇവിടെയുള്ള ഒരു പ്രദേശവാസിയാണ് ഇത് കാണിച്ചത്. കണ്ടോ ഈ ഒരു കൊമ്പിലാണ് ആ ബോഡി തൂങ്ങി കിടന്നത്. ഇങ്ങനെ കയറി പോയിട്ട് അവിടെ നിന്ന് തൂക്കിട്ടതാണ്. അപ്പോൾ പിന്നെ വിറകിന് വന്ന സ്ത്രീകൾ വില വാ കമ്മ ഇവിടുന്ന് വിറകെടുക്കുമ്പോൾ, ഈ ഒരു ഭാഗത്ത് നിന്ന് വിറകെടുക്കുമ്പോഴാണ് എന്തോ ഒരു നടന്നു വരുന്നുണ്ട്. നടന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ സ്ത്രീകൾ കണ്ട് പേടിച്ചു, എന്തിനു ഒരു രൂപം. അപ്പോൾ അതും ഇവിടെ തന്നെയാണ്. വില എന്തോന്നുണ്ട് അവിടെ, അങ്ങോട്ട് പോലെ. എൻ്റെ ദൈവം എന്തോ അവിടെ കണ്ടു. ഒരു ഭാഗത്ത് കണ്ടോ വില അങ്ങോട്ട് നോക്കാം. കണ്ടോ വില പോയി. വില എൻ്റെ ദൈവം. ക്യാച്ച് വില ക്യാച്ച്
നല്ല സ്പീഡിലാണ് പോയത്. ഓ അത് ഭയങ്കരമായിട്ടോ കറക്റ്റായിട്ട് ഞാൻ കണ്ട്. ക്യാമറ എത്രത്തോളം കുടുങ്ങിയെന്ന് അറിയില്ല. ഒരു കറുത്തൊരു ഇങ്ങനെ പോകുന്നു. സൗണ്ട് ക്യാമറയിൽ കിട്ടിയെന്ന് അറിയില്ല. കറക്റ്റായിട്ട് അങ്ങോട്ട് വീണ്ടും ബെല്ല അതിന് നേരെ നോക്കുന്നു. ബെല്ല ഉണ്ടോ, അതൊരു പട്ടി വന്നുകൊണ്ടാണ് നമുക്ക് അത്രയും കാണാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കകത്ത് വരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാപ്ചർ കിട്ടില്ല. ബെല്ലാണ് സേഫാകും. എന്തെങ്കിലും വന്നാൽ ചെറിയ ബെല്ല അതെന്താ പോയത്? ബെല്ല ബെല്ല കമോൺ ബെല്ല. എവിടെ പോയി? ഇതിനെ കാണില്ല. ചെറിയ പട്ടിക്കുട്ടിയാണ്ട്. ഇപ്പോൾ ടൈം എത്രയെന്ന് അറിയാം? ഇപ്പോഴത്തെ ടൈം ബെല്ല 10:51. 11 മണിയാൻ 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് വന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാളെ ശല്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബിയറും കുപ്പിയും ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് കണ്ട് എന്തോ 2 കണ്ണ് കാണുമ്പോൾ എനിക്ക് തോന്നി അവിടെ ക്യാമറയിൽ. ഓ ലൈറ്റാണ്. ബെല്ല 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 ബാ ബാ. പട്ടിക്കുട്ടിയാണ് അങ്ങോട്ടൊക്കെ പോണത്. ഇവിടെ വാ ഇവിടെ വാ ഡാ കമോൺ. എന്തോ മണപ്പിച്ച് നോക്കാം. വാ വാ. ഹാപ്പി വിഷു. ബെല്ല ബെല്ല പേടിച്ച് നിൽക്കുക കേട്ടോ. പക്ഷേ എന്താണ് പോയതെന്ന് അറിയില്ല. അങ്ങോട്ടൊന്ന് നമുക്ക് ബെല്ലനെ കൊണ്ടുപോയി നോക്കാം. വാ കമോൺ ബെല്ല വാ 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 നടക്ക് വാ ഇല്ല വാ. പക്ഷെ അങ്ങോട്ടാണ് നടന്നു പോയത്. കറക്റ്റായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഓടിപ്പോയതാണ്. ബെല്ല അങ്ങോട്ട് എന്നെ നോക്കുന്നത് കണ്ടു. പക്ഷേ ബെല്ലയ്ക്ക് ധൈര്യമില്ലാന്ന് തോന്നുന്നു അങ്ങോട്ട് പോകാൻ. കുറച്ച് ചാടി രണ്ടു വട്ടം. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടി ആത്മഹത്യ ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് കേട്ടോ. അത് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അത്രയും ഹൈറ്റുള്ളൊരു സ്ഥലത്ത് നിന്ന് പാറന്ന് താഴേക്ക് ബോഡി ചാടിയണം. അങ്ങനെ മരിച്ചു പോയ കുട്ടിയാണ്. ഏയ് കമോൺ കമോൺ അല്ല പതുക്കെ പതുക്കെ കണ്ടോ എത്ര ആയിട്ട് നോക്കിയാൽ ഇവിടുന്ന് താഴേക്ക് പോയതാണ്. അപ്പോൾ എന്താ പറയുക, ബോഡി അത്രയും ഇതായി കാണും. ഒരു മനുഷ്യൻ പെട്ടെന്ന് താഴേക്ക് പോയാൽ ബെല്ലയ്ക്ക് ഈ റൂട്ട് അറിയുന്ന പോലാണ് പോകുന്നത് കേട്ടോ, ഇത്രയും സ്പീഡിൽ. ബെല്ല 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 എന്തിനാണ് പോയത്? അതാ എൻ്റെ ദൈവമേ, ബെല്ല ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇവിടുന്ന് ഏറ്റവും താഴെ ഇതിൻ്റെ ഏറ്റവും ഹൈറ്റാണ് നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു വ്യൂ പോകാനുണ്ടല്ലോ, അവിടുന്ന് ഒരു പെൺകുട്ടി ചാടി മരിച്ചിട്ട് 15 വർഷങ്ങൾക്ക് മുന്നേ ആണ് മരിച്ചത്. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ നമ്മൾ പോകാൻ പോകണം. കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ആ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി കാണിച്ചില്ല. റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ്. ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനമാണ്. അപ്പോൾ അത്ര റിസ്ക് എടുത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകണം, ആ ഒരു കുയിലേക്ക്. വേറൊരു എന്താ പറയുക, ഒരു കൊല്ലില്ല, ഒരു വലിയൊരു താഴ്ചയുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചു കേട്ടോ. അല്ല എന്താ അതേ പോണു കേട്ടോ, അതേ പോണു, ഓടിപ്പോണു. ഇത്ര പെട്ടെന്ന് പോയത്, അതൊക്കെ എന്താ അത്? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ 2015 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ആത്മഹത്യ ചെയ്ത ആ കുട്ടി വീണ് മരിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ്. കാരണം എൻ്റെ ഏറ്റവും ടോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് കണ്ടറിയാം, ഏറ്റവും താഴെയാണ് വീട്. കുഞ്ഞു കുഞ്ഞു ലൈറ്റ് കാണാം, അതാണ് വീടുകൾ. ഇതിൻ്റെ മണ്ടയ്ക്ക് എത്തിയപ്പോൾ തന്നെ വേർത്ത് കുടിച്ചു. അപ്പോൾ ഇനി ഞാനും ബെല്ലേ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പോകുന്നു. നിൽക്കണം,
അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ അത്ര റിസ്ക്കാണ്. ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിസ്ക്കാണ്. ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ആ ഒരു കൊല്ലിയിലേക്ക് ഇറങ്ങാൻ. കാരണം അന്ന് ബോഡി കണ്ടു കിട്ടിയ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബെല്ല ഷെറല്ലേ? ബെല്ല ഓക്കെ വാ പോകാം. വാ മുന്നിൽ ബെല്ല മുന്നിൽ. ബെല്ലയ്ക്ക് ഭയങ്കര പടക്കം പൊടിക്കുന്നു ഇവിടെ. അപ്പോൾ ഭയങ്കര പേടി. അപ്പോൾ നമ്മൾ ഒരു കൊല്ലിലേക്ക് പോകുന്നത്. എന്താ സൗണ്ട്? 11 മണിയായിട്ടുള്ളേ. വാ ഇറങ്ങി 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 വാ വാ. സ്പീഡിൽ വാ. കേട്ടോ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കണ്ടോ, ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്തു നിന്ന് ആ ഒരു പെൺകുട്ടി വീണ് മരിച്ച ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ കണ്ടോ എത്ര ഹൈറ്റിലാന്നൊക്കെ കാണുന്നുണ്ട്. ബെല്ല പതുക്കെ ഇറങ്ങണ്ട. നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകണേ. ഇരുന്നിറങ്ങണം നിന്ന് ഇറങ്ങാനേ പറ്റില്ല. എന്തോ കണ്ടു അവിടെ. ചേട്ടാ ദൈവമായിട്ട് കുരങ്ങാണോ? അതെന്താ? ബെല്ല എന്തുകൊണ്ട് അവിടെ എന്തുകൊണ്ടാ ഇറങ്ങാൻ? എൻ്റെ അമ്മേ അതെന്താ? പന്നിയോ കുരങ്ങോ എന്തോന്നാണ് ആ മരത്തിന് അതെന്താ? ബെല്ല നോക്കുന്നുണ്ടേ. എൻ്റെ ഈ ഒരു മരം ഭയങ്കര മൊത്തത്തിൽ കണ്ടോ. ബെല്ല നോക്കുന്നുണ്ട്. ബെല്ല ഇറങ്ങി കുരങ്ങാണ് നോക്കാം. എന്തായാലും എൻ്റെ അമ്മേ അതെന്താ? ബെല്ല ഇതിന് ഭയങ്കര പേടിയാണ്. എന്നാണ് പേടി? ഇതിന് എൻ്റെ അടുത്ത് പോകുന്നു, ഒളിച്ചു നോക്കുന്നു. പട്ടി ഇതിനാണല്ലോ കൊണ്ടുവന്നത്. ചിലവിടെ കണ്ടോ പട്ടി പിടിച്ചു. ബെല്ല പേടിച്ചു പോയി. പക്ഷെ അന്ന് എന്തോ കുരങ്ങ് വന്നോന്നുണ്ട് അവിടെ. എന്തോ വന്നാലും ബെല്ലപ്പാ ഞാൻ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. നോക്കിയാ കണ്ടോ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട് അവിടെ. ബെല്ല പോകുന്നുണ്ട്. ബെല്ല അങ്ങോട്ട് പോകുന്നുണ്ട്. ബെല്ല എൻ്റെ അമ്മ അതെന്താ? ഈ പട്ടിയെ കൊണ്ടുപോയി വെറുതെ കേട്ടോ, ഒന്നിനും പറ്റാതെ. അതെന്താ? അവിടെ എന്തോ സൗണ്ട് ഉണ്ട്. കണ്ടോ ഇടന്നുണ്ടോ? ബെല്ലപ്പാ ആ ഒരു ഭാഗത്താണ് ഏറ്റവും താഴെ കണ്ടോ, ആ ഒരു ഭാഗത്താണ് ആ പെണ്ണ് കിടന്നത്, ബോഡി കിടന്നത്. കുരങ്ങാണോ? അതാ കണ്ടോ കുരങ്ങാണോ? അതെ കണ്ടോ കുരങ്ങാണോ എന്താണത്? കണ്ടോ അങ്ങോട്ട് പോണതാ കുരങ്ങാണ്. കണ്ടോ പട്ടി അതിന് അങ്ങോട്ട് മടുത്ത് പോകുന്നുണ്ടോ? ബെല്ല പന്നി അതിനെന്തായാലും പന്നി പിടിക്കും. കണ്ടോ അതാ പട്ടിക്ക് ഇപ്പം എന്തെങ്കിലും സംഭവിക്കും. ബെല്ല വാ അതൊക്കെ നിറയെ നോക്കാം. വാ ബെല്ല ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. ഇരുന്നിറങ്ങണം, അതാ പ്രശ്നം. ചെരുപ്പിട്ടാലും ബുദ്ധിമുട്ടാവും. ചെരുപ്പ് ഊരി വെക്കട്ടെ. ചെരുപ്പിന് കൈ പിടിക്കണം. എൻ്റെ ദൈവമേ ബെല്ല വാ ബെല്ല ചെരുപ്പ് നിറക്കി പോകുന്നുണ്ട്. എന്തായാലും പറ്റിക്കഴിഞ്ഞത്
എത്ര താഴ്ച ഉണ്ടാവുക. എൻ്റെ ദൈവം, അവിടെയാണ് ബോഡികൾ കേട്ടോ. എന്തോ നടക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ. എല്ലാം അതിനുള്ളിൽ തീയണം. റിസ്ക് കാണിച്ചുതരാം ഞാൻ ആ സ്ഥലം ഞാൻ കാണിച്ചുതരാം. നോക്കി കണ്ടോ എത്ര ആഴ്ച നോക്കിയാ താഴെയുള്ളത്. അവിടെ നിന്ന് വന്നാണ് കുട്ടി. ഇങ്ങനെ മഴക്കാലം ആയിരിക്കും ചിലപ്പോൾ. ബെല്ല 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 അവിടെ പോയി. ബെല്ല പട്ടി കാണുന്നില്ലല്ലോ. ബെല്ല ബെല്ല പട്ടി എവിടെ ഉള്ളത്? പട്ടീൻ്റെ അവിടെ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നല്ലോ. ബെല്ല 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 കാണുന്നില്ല. എന്ത് ഇവിടെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ബെല്ല ബെല്ല അയ്യോ അവിടെ പോയി. അപ്പോൾ നമ്മൾ 11:45 ഇപ്പോൾ ടൈം 11:45. ബെല്ലയ്ക്ക് എന്താ പേടി അറിയാം? പടക്കം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടി. അതുപോലെ തന്നെ അവിടുന്ന് സൗണ്ട് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാൻ പേടി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. കൂടുതൽ ടൈം ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. ഈ പ്രദേശത്തുള്ള ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഓടിക്കും. ഈ ടൈമിൽ ഇവിടെ ലൈറ്റ് വരെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ഒരുപാട് അപകടം നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദ്യം ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇവിടെ ഈ മല ഇറങ്ങാൻ പോകണം. ബെല്ലുള്ളതുകൊണ്ടാണ് ആ ഒരു ധൈര്യത്തിൽ ഞാൻ വന്നത്. കാരണം പന്നി ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. നമ്മൾ ഇപ്പോൾ ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ ഒരു പന്നി ഓടിപ്പോയി. അപ്പോൾ ബെല്ല കണ്ടിട്ടുണ്ട്. ഒരു മിന്നാൻ പോലെ ഞാൻ കണ്ടത്. വീഡിയോയിൽ എത്രമാത്രം കിട്ടിയെന്നറിയില്ല. പക്ഷേ പന്നിയെ കണ്ടിട്ടുണ്ട്. പന്നിയാണോ എന്തൊക്കെ കണ്ടോ? എന്തോ സൗണ്ട് കണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തോ ഓടുന്നുണ്ട്. 2 വശം 3 വശം ഫോറസ്റ്റാണ്. താഴേക്ക് മാത്രമാണ് ഏറ്റവും താഴെ വരുന്നുണ്ട്. ഇതിൻ്റെ മേലോട്ട് മൊത്തം കാടാണ്. അതുപോലെ തന്നെ ഈ സൈഡും ആ സൈഡും ഒക്കെ തന്നെ കാടാണ്. വലിയൊരു കൊല്ലിയാണ്. അത്രയും റിസ്ക്കാണ്. ഇവിടെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. തണുത്ത കാറ്റ് ഇപ്പോൾ തന്നെ തുടങ്ങി. എന്താ പറയുക, പന്നിയൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ സംഭവിച്ചാൽ താഴേക്ക് ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഇരുന്ന് വേണം താഴെ പോകാൻ. ആ ഒരു മല ഇറങ്ങാൻ വേണ്ടി ഇരുന്നിട്ട് ബെല്ല ഈസിയായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം ഒരുപാട് നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഏകദേശം 1 മാസം ആകാനായി. അപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകും. ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് തുടർന്ന് വീഡിയോ ചെയ്യും. എല്ലാവരും വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും തീരെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നെഗറ്റീവ് കമൻറ്റ് ഇടുക. നെഗറ്റീവ് കമൻറ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോയിലെ നമ്മൾ ഈ ഒരു നായ്ക്കുട്ടി ബെല്ല എന്നാണ് പേര്. ഈ ബെല്ല നമ്മൾ കൊണ്ടുവരും. ഇല്ല ബെല്ല ഇല്ലേ? ഇതാ അങ്ങോട്ട് നോക്കുക. ഓക്കെ ഇതാ നമ്മൾ ബെല്ല. ഓക്കെ ഇയാൾക്ക് പോകാൻ ബസ്സിൽ തുടങ്ങും. എല്ലാം പോകാമല്ലേ? അപ്പോൾ ബെല്ല ഇറങ്ങി പതുക്കെ ഇറങ്ങുക. ഇത്രയും ദൂരം നമ്മൾ ഇറങ്ങി പോണതാ. വാ ഈ ഒരു സൈഡിൽ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈസി ആയിട്ടുള്ളത്. പക്ഷേ ഓരോ കാലും സ്റ്റെപ്പ് നിലവിടെ വെച്ചില്ലെങ്കിൽ താഴെത്തി പോകും. വല്ല പതുക്കെ എന്നെ വരച്ചിട്ട് പോലെ പതുക്കെ പോ. എൻ്റെ അമ്മ എന്ന് വരയ്ക്കുന്നത് ചെരുപ്പോട്ടുണ്ട്. ഇവിടെ ഇടക്കെ പേടിയാണെന്നോ? നീ കുറച്ചുകൂടെ ഉള്ളൂ. പോ ഇത് പറഞ്ഞു മെല്ലെ പോ. പൊടി ഇറങ്ങാറ് എന്തെങ്കിലും പേടിയാണ്. ഇറങ്ങുമല്ല. എന്താ വീണത്? എൻ്റെ അമ്മ ഇവിടുന്ന് താഴെ വീണാൽ ക്യാമറയും പൊട്ടും എല്ലാം പോകും. ഒന്ന് തിരിച്ചിട്ട്
സേഫ് സോണിൽ എത്തിയെന്ന് പറയാം. നല്ല കല്ലിന് തുടങ്ങി, അതിൻ്റെ ചെയിന് കല്ലിന് തുടങ്ങി. ഒരു മിനിറ്റ്. എല്ലാം വീണ് ഞാൻ വാ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വണ്ടിയൊക്കെയാണ്. നമ്മളെവിടെ വന്നത് വഴി തെറ്റി. കല്ല് പോണോക്കെ. ഞാൻ നേരത്തെ വലിച്ചിട്ട് കല്ലാണ് ഇപ്പോൾ പോണത് താഴേക്ക്. വാ, അവിടെ നിന്ന് വന്നാൽ കല്ല് നമ്മൾ വഴി തെറ്റി. ബസ് എല്ലാം കയറി വഴി പോ, മുന്നിൽ പോ. ഇവിടെ ഈ ഒരു വഴിയാണ് വന്ന് വഴി തെറ്റി ഫോറസ്റ്റിനുള്ളിലേക്ക് പോയത്. അല്ല അതെ അല്ല പോ, അങ്ങോട്ട് പോ. നല്ല വഴി തെറ്റി. ഇത് വഴി അവിടെ വന്ന് ഈ ഒരു സൈഡിൽ കൂടെ വന്ന് ഇതിലാണ് വന്നത്. ഇതിലാണ് വന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് വന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. വാ